നമസ്കാരം. ഗൂഗിൾ മാപ്പ് നോക്കിയും വഴിതെറ്റിയുമൊക്കെ വാഹനങ്ങൾ ജലാശയങ്ങളിലേക്ക് വന്നു ചാടുന്നത് തുടർക്കഥയാവുകയാണ്. കാലവർഷം എത്തുന്നതോടെ വലിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലും വാഹനങ്ങൾ വെള്ളത്തിലാകാൻ സാധ്യതയുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ യാത്രക്കാരുടെ ജീവൻ സുരക്ഷിതമാക്കുകയാണ് പ്രഥമമായി ചെയ്യേണ്ടത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഹൈദരാബാദ് സ്വദേശികളായ ടൂറിസ്റ്റുകൾ സഞ്ചരിച്ച വാഹനം കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറയ്ക്കടുത്ത് വഴിതെറ്റി ജലാശയത്തിൽ പതിച്ചത്. വാഹനം അപ്പാടെ മുങ്ങിപ്പോയി. യാത്രികരെ രക്ഷിക്കാൻ സാധിച്ചു. ഇതിനു മുൻപും ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത് വെള്ളത്തിൽ പോകുന്നതല്ലാതെയുള്ള പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അറിയാതെ വെള്ളത്തിൽ പോയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിന് അറിയില്ലല്ലോ ഇവിടെ കുഴിയുണ്ടെന്നും വെള്ളമുണ്ടെന്നും തോടുണ്ടെന്നും പുഴയുണ്ടെന്നുമൊക്കെ. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം എന്നാണ് വിദഗ്ധർ പറയുന്നത്. വാഹനം മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ യാത്രക്കാർ വാതിൽ തുറന്നോ ചില്ല് തകർത്തോ പുറത്തെത്താൻ ശ്രമിക്കണം. വെള്ളക്കെട്ടുകളിൽ പെട്ടുപോകുന്ന സാഹചര്യമുണ്ടായാൽ വാഹനങ്ങളിലേക്ക് വെള്ളം കയറുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വാഹനത്തിൽ ഇരിക്കുക. അത്തരം സാഹചര്യമുണ്ടായാൽ ഫോണിലൂടെ ബന്ധപ്പെട്ട് സഹായത്തിന് ആളുകളെ എത്തിക്കുകയും ചെയ്യണം. പരിചിതമല്ലാത്ത റോഡുകളിൽ ഗൂഗിൾ മാപ്പ് നോക്കി വാഹനം ഓടിക്കുമ്പോഴാണ് പ്രധാനമായും ജലാശയങ്ങളിലേക്ക് വാഹനം പതിച്ച് വാഹനം മുങ്ങിപ്പോകുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത്. പ്രധാന റോഡുകളിൽ നിന്ന് ഇട റോഡുകളിലൂടെ വാഹനം ഓടിക്കേണ്ട സാഹചര്യമുണ്ടായാൽ വഴിയിൽ റോഡിനെക്കുറിച്ച് പ്രദേശവാസികളോട് ചോദിച്ച ശേഷം മാത്രം മുമ്പോട്ട് പോവുക. ഇത്തരം റോഡുകളിൽ വേഗം കുറയ്ക്കുന്നതും മുൻപിലുള്ള റോഡ് ശരിയായ രീതിയിൽ ദൃശ്യമായി സഞ്ചരിക്കുകയും ചെയ്താൽ അപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനാകും എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ചില കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട്. റോഡിൽ വെള്ളം കൂടുതലാണ് എന്ന് തോന്നിയാൽ വെള്ളത്തിലേക്ക് പെട്ടെന്ന് വാഹനം ഇറക്കരുത്. റോഡിൻ്റെ എതിർവശം ദൃശ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. വാഹനം വെള്ളത്തിൽ ഇറക്കിയാൽ വളരെ പതുക്കെ മാത്രം സഞ്ചരിക്കുക. വാഹനത്തിൽ വെള്ളം കയറിയാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. തള്ളി മാത്രം വെള്ളത്തിന് പുറത്തേക്ക് കൊണ്ടുവരിക. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് മാത്രമേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാവൂ. വണ്ടി പുറത്തു വന്ന ശേഷം ബ്രേക്ക് ചവിട്ടുകയും വിടുകയും ചെയ്യുക. ഇത് ബ്രേക്കിൻ്റെ അകത്ത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ പുറന്തള്ളും. വെള്ളം കയറാൻ സാധ്യത ഉള്ളതിനാൽ എഞ്ചിൻ ഓയിൽ പരിശോധിക്കുക. സ്പാർക്ക് പ്ലഗ് ചെക്ക് ചെയ്യുക. പിക്കപ്പ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും കുറവ് തോന്നിയാൽ ഉടനെ അടുത്തുള്ള സർവീസ് സെൻ്ററിൽ പരിശോധിപ്പിക്കുക. രാത്രി പ്രധാന റോഡുകളിലൂടെ മാത്രം സഞ്ചരിക്കുക. ചെറിയ റോഡുകളെക്കുറിച്ച് ശരിയായ ധാരണയുണ്ടെങ്കിൽ മാത്രം രാത്രിയിലെ യാത്രയ്ക്ക് ഇത്തരം റോഡുകൾ തിരഞ്ഞെടുക്കുക. ഇതൊക്കെ അപകടം ഒഴിവാക്കാനുള്ള മാർഗ്ഗങ്ങളാണ്. അതുപോലെ വലിയ ജലാശയങ്ങളിലൊക്കെ പെട്ടുപോകുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഗൂഗിൾ മാപ്പ് നോക്കി വാഹനം ഓടിക്കുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നമ്മുടെ യുക്തി കൂടി ഒരു വേള ഉപയോഗിക്കണം. ആ പ്രദേശത്ത് ഒരു പ്രധാനപ്പെട്ട ടൗണിലേക്കുള്ള റോഡ് ഉണ്ടോ എന്നത് നമുക്കത് നോക്കിയാൽ മനസ്സിലാകും. കാടും പടലങ്ങളും നിറഞ്ഞ ചതുപ്പ് നിറഞ്ഞ പ്രദേശമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മേഖലയിലൂടെ പ്രധാനപ്പെട്ട ഒരു റോഡിൽ എത്തണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും, പ്രത്യേകിച്ചും വലിയ വാഹനങ്ങളാണെങ്കിൽ. അതുകൊണ്ട് അതുകൂടി ശ്രദ്ധിച്ച് മാത്രം ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കുക. ഗൂഗിൾ മാപ്പിനെ മാത്രം ആശ്രയിക്കാതെ നേരത്തെ പറഞ്ഞതുപോലെ പ്രദേശവാസികളെ കൂടി അവരെ കൂടി ഈ ഒരു വിഷയത്തിൽ അവരോടുകൂടി കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം മാത്രം ഇത്തരത്തിൽ തീരുമാനമെടുക്കുക. മുമ്പോട്ടുള്ള റോഡുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം വണ്ടി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.